നമസ്തേ. മനുഷ്യബന്ധങ്ങൾ ഭൂരിഭാഗവും നീഡ് ബേസ്ഡ് അറ്റാച്ച്മെന്റ്സ് ആണ്. സോൾ ബേസ്ഡ് കണക്ഷൻസ് അല്ല എന്ന് ഞാനിവിടെ പറയുകയാണ്. സോൾ ബേസ്ഡ് ആയിട്ടുള്ള കണക്ഷൻസ് വളരെ റെയർ ആയിട്ടാണ് ഹാപ്പൻ ചെയ്യുന്നത്. ബട്ട് നീഡ് ബേസ്ഡ് ആയിട്ടുള്ള കണക്ഷൻസ് ഒരുപാട് നടക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ സോൾ ബേസ്ഡ് അല്ലെങ്കിൽ നീഡ് ബേസ്ഡ്? നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കണക്ഷൻ, ജീവിതത്തിൽ പല എഗ്രിമെന്റ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ ജോലി സ്ഥലത്തുണ്ടാകുന്ന ഒരു കണക്ഷൻ, ചില വിവാഹ ബന്ധങ്ങൾ പോലും, ചില പ്രണയങ്ങൾ പോലും പലപ്പോഴും നീഡ് ബേസ്ഡ് ആയിട്ട് മാറുകയാണ്. എന്നാൽ സോൾ ബേസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീഡിനപ്പുറത്തേക്ക് അകാരണമായിട്ട് ഒരാളെ ഇഷ്ടപ്പെടുന്നു, അകാരണമായിട്ട് ഒരാളോടൊപ്പം എപ്പോഴും ആയിരിക്കുന്നു, അപൂർവമായിട്ട് സംഭവിക്കുന്ന ഈ ആധുനിക കാലത്തെ ഒരു പ്രതിഭാസമാണത്. അതായത് പണ്ട് കുറച്ചുകൂടെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. ആധുനിക കാലമാകും തോറും മനുഷ്യ ബന്ധങ്ങൾ എന്ന് പറയുന്നത്, ആത്മബന്ധങ്ങൾ എന്ന് പറയുന്നതിൻ്റെ ഒക്കെ വില കുറഞ്ഞ് വരുന്നതായിട്ടുള്ളൊരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ വിഷമിക്കേണ്ട ഒരു കാര്യമുണ്ടോ? എനിക്കൊരു സോൾ ബേസ്ഡ് കണക്ഷൻ കിട്ടിയില്ല, ഞാൻ ഒരുപാട് വിഷമിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് ആരും ഒരു സുഹൃത്തില്ല, ഞാൻ പറയുന്നത് കേൾക്കാനായിട്ടൊരു വ്യക്തിയില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വിഷമങ്ങൾ പങ്കുവെക്കാനായിട്ടൊരു വ്യക്തിയില്ല, അയാളുടെ വിഷമങ്ങൾ കേൾക്കാനുള്ള അവസരം എനിക്കില്ല, അങ്ങനെ ഒരു വ്യക്തിയെ എൻ്റെ ജീവിതത്തിൽ ഇല്ല, എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഒറ്റപ്പെട്ട് വിഷമിച്ചിരിക്കേണ്ട ഒരു സാഹചര്യമാണോ? തീർച്ചയായിട്ടുമല്ല. നമ്മൾ ഒരു സ്പിരിച്വൽ ഷിഫ്റ്റ് ലോകത്ത് മുഴുവൻ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ മുൻപുള്ള വീഡിയോകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഒപ്പം മറ്റൊരു വ്യക്തി ഇല്ല എന്നുള്ള തോന്നലുണ്ടാകുന്ന സമയത്ത് ആരാണ് എപ്പോഴും എൻ്റെ ഒപ്പം ഉള്ളത് എന്നുള്ളത് ഒന്ന് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ്. ആൻഡ് അവിടെയാണ് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി വളരുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ പേഴ്സണൽ റിഫ്ലക്ഷൻസ് നടത്തുന്നത് എന്നുള്ളതാണ്. ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇത്ര ബൃഹത്തായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതും, പ്രപഞ്ചത്തിലേക്കുള്ള ഒരു ഡോർവേ ആണ്, ഒരു പോർട്ടലാണ്, അതായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഞാൻ തന്നെയാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുകയാണ്. അവർ മാറിപ്പോകുന്ന സമയത്ത് നമ്മൾ തകർന്നു പോകാറുണ്ട് ചില അവസരങ്ങളിൽ. അത് യഥാർത്ഥത്തിൽ അവർ മാറിപ്പോയത് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അവിടുത്തെ കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരി ആരാണ്? നിന്റെ സുരക്ഷ, നിന്റെ പ്രതീക്ഷ മുഴുവൻ നീ അവരിൽ അർപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം നമ്മൾ തന്നെയാണ് തെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ തകരാൻ കാരണം അവർ മാറിപ്പോയതല്ല, നമ്മൾ നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ സുരക്ഷയും അവരിൽ ഭരമേൽപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സുരക്ഷ. നമ്മൾ സർവൈവ് ചെയ്ത് വർഷങ്ങൾ നീണ്ട എവല്യൂഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ സ്റ്റേജിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ പൂർവികർ ഓരോ ജന്മങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ജനിച്ചപ്പോൾ തൊട്ടുള്ള നമ്മുടെ സർവൈവൽ എന്ന് പറയുന്നത്, മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് ജനിച്ചു വന്ന് വളർന്നു വന്നായിട്ടുള്ള സർവൈവൽ എന്ന് പറയുന്നത്, മറ്റുള്ള വ്യക്തികൾ നമ്മുടെ ചുറ്റിനുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ നേർക്ക് എന്തെങ്കിലും ഒരു വസ്തു വന്നു വീഴുകയാണ്, ഒരു ജീവി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്, ആരാണ് അവിടെ ഓടി രക്ഷപ്പെടാൻ നമ്മളോട് പറയുന്നത്? ആരാണ് എപ്പോഴും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതായിട്ടുള്ള ഇൻസ്റ്റിങ്ച്വലായിട്ടുള്ള, ചിലപ്പോൾ ഇൻറ്റ്യൂറ്റീവായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴാണോ നമ്മൾ നമുക്കൊപ്പം നിൽക്കാനായിട്ട് തുടങ്ങുന്നത്, എനിക്ക് എന്നോടൊപ്പം എന്നാണ് നിൽക്കാനായിട്ട് സാധിക്കുന്നത്, ആ സമയത്താണ് എനിക്ക് എന്നോടൊപ്പം ഒരു വ്യക്തി ഉണ്ടാകുന്നത്, ശക്തമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എനിക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. ഞാനത് വേറൊരു വ്യക്തിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു കാര്യം ലഭിക്കുകയില്ല എന്നുള്ളതാണ്. പല സമയത്തും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള റിജക്ഷൻസ് എന്ന് പറയുന്നത് റീഡയറക്ഷനുകൾ തന്നെയാണ്, റീസ്റ്റാർട്ടുകൾ തന്നെയാണ്, റീസെറ്റിംഗ് പോയിന്റ്സ് തന്നെയാണ്. ചില ബന്ധങ്ങൾ അവസാനിക്കുന്നു, അവിടെ നമ്മൾ തമ്മിലുള്ള, അതായത് എൻ്റെ ഉള്ളിലേക്ക് സ്വയം ഉള്ളതായിട്ടുള്ളൊരു ആത്മബന്ധം അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ നമ്മളെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കുകയാണ്. നമ്മുടെ ഒരുപാട് നെഗറ്റീവ്സ് നമ്മൾ ആ സാഹചര്യത്തിൽ മനസ്സിലാക്കുകയാണ്. എങ്ങനെ എനിക്കിതിനെയൊക്കെ ടാക്കിൾ ചെയ്ത് ഓവർകം ചെയ്ത് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളത് നമ്മളവിടെ ചിന്തിക്കുകയാണ്. നമ്മൾ സ്പിരിച്വലിയും സൈക്കോളജിക്കലിയും ഫിസിക്കലിയും ഗ്രോ അപ്പ് ചെയ്യുകയാണ്. അപ്പം ഞാൻ എനിക്ക് തന്നെ സ്വയം വീടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക എന്നുള്ളതാണ്, ഞാൻ എനിക്ക് തന്നെ സ്വയം വീടായിട്ടുണ്ടെങ്കിൽ ആർക്കാണ് എന്നെ ഹോംലെസ് ആക്കാനായിട്ട് സാധിക്കുക? അപ്പം നമ്മൾക്ക് സംരക്ഷണമായിട്ട് നമ്മൾ മാത്രമെന്നുള്ള ആ അടിസ്ഥാനപരമായിട്ടുള്ള സത്യം ഈ 2025-26 കാലഘട്ടത്തിൽ നമ്മൾ പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണ്, മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുതിയ നമ്മളാണ് ഇനി പുതിയ യുഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. നമ്മുടെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, എല്ലാവരും കടന്നു പോകും, പക്ഷേ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോവുകയില്ല. നമ്മുടെ ആത്മാവിൻ്റെ സ്വരം എന്ന് പറയുന്നത്
സോഴ്സിൻ്റെ ഈ എക്കോ തന്നെയായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ് നമ്മുടെ സംരക്ഷകൻ, നമ്മുടെ സുഹൃത്ത്, നമ്മുടെ ഒപ്പം നിൽക്കുന്നയാൾ. നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ സംശയങ്ങൾ ചോദിക്കാം. നമ്മുടെ ഉള്ളിൽ അതിനുള്ള ഉത്തരമുണ്ട്. എത്ര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും നമ്മളെ ഒരു പകൽ മുഴുവൻ അലട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യം രാത്രി ഉറങ്ങി ഉണരുന്ന സമയത്ത് നമുക്ക് ഉത്തരവുണ്ടാവും. അതിനപ്പുറത്തേക്ക് ഒരു വാലിഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലോജിക്ക് വെച്ച് തന്നെ നമുക്കതിനെ ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ അത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അനന്തമായിട്ടുള്ള സാധ്യതകളെ നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വളരുകയും ആ വളർച്ചയിലേക്ക് അതാവശ്യമുള്ള ആളുകൾ എത്തിച്ചേരുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ട്രൂവസ്റ്റ് ആയിട്ടുള്ള സോൾ പാത്തിലൂടെ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഒപ്പം സഞ്ചരിക്കേണ്ടതായിട്ടുള്ള വ്യക്തികൾ എത്തിച്ചേരുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെയും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ആരും നമ്മളെ വിട്ട് പോകുന്നതിൽ നമ്മൾ യാതൊരു രീതിയിലും വിഷമിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും നമ്മുടെ കർമ്മം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും വലിയ ഹീലിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ മനസ്സിലെ ഒരുപാട് വേദനകൾ ചെറുതായിട്ടുള്ള ലളിതമായിട്ടുള്ള ഇത്തരത്തിലുള്ള സത്യങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് ഒരുപക്ഷെ മാറിപ്പോയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും സന്ധിക്കാം. എൻ്റെ ശബ്ദത്തിലൂടെ നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ സന്ദേശം ഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിലിട്ടുകൊണ്ട് നിങ്ങൾ സ്വയം ബലപ്പെടുന്നു. നമസ്തേ.